നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടും വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ്. അത് ഉലുവ വെച്ചിട്ടുള്ള ഒരു ഹെയർ കെയർ മെത്തേഡാണ്. ഞാൻ ഒരുപാട് തവണ നമ്മുടെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഹെയർ കെയർ മെത്തേഡ്. പലരുടെയും റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഒന്നും കൂടി അത് വിശദമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് നല്ലോണം തണവ് നമ്മുടെ തലയ്ക്ക് തരും. അതുകൊണ്ട് തന്നെ നീരിറക്കം വരുന്നവരും പെട്ടെന്ന് ജലദോഷം പിടിക്കുന്നവർക്കൊന്നും ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഈ ഒരു മെത്തേഡിൽ തന്നെ അതൊരു പ്രത്യേക രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതായിട്ട് നമ്മൾ പലതവണ നമ്മുടെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന പൊടി താര നന്നായിട്ട് ഇത് കുറയ്ക്കും. അതേപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് മാറ്റും. നമ്മുടെ അടഞ്ഞു പോയിട്ടുള്ള സുഷിരങ്ങളൊക്കെ ഓപ്പൺ ആക്കിയിട്ട് പുതിയ മുടികൾ കിളിർക്കാൻ വേണ്ടി സഹായിക്കും. അതുകൂടാതെ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടുണ്ടാവുന്ന ഹെയർ ലോസ് ഒക്കെ നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ സാധിക്കും. മുഴുവനായിട്ട് മാറ്റാൻ പറ്റുമെന്ന് ഞാൻ വാദിക്കില്ല, പക്ഷെ കുറയ്ക്കാൻ സാധിക്കും. തൈറോയ്ഡ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, PCOD, അതേപോലെ തന്നെ ജെൻസിന്റെ ഹെയർ കെയറിലൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ ഒരുപാട് കാലം മുന്നേ, ഒരുപാട് കാലം എന്ന് പറഞ്ഞാൽ 2-3 കൊല്ലം മുന്നേ പുറത്തു പോയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആളായിരുന്നു. അപ്പൊ ഹെൽമെറ്റ് ധാരാളം വെക്കുന്ന ഒരു പ്രകൃതമായിരുന്നു ഏട്ടൻ്റെ. അപ്പോൾ ഈ ഹെൽമെറ്റ് വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഹീറ്റ് കൊണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് ആള് ഉലുവയുടെ വെള്ളം യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഏട്ടന് ഇവിടെയൊക്കെ നന്നായിട്ട് മുടി വരികയും ചെയ്തു. ആള് മുടി കൊഴിച്ചിൽ നന്നായിട്ട് മാറി, നന്നായിട്ട് താരനും ഉണ്ടായിരുന്നു. ആ താരനൊക്കെ നന്നായിട്ട് മാറി. ഏട്ടൻ്റെ അനുഭവം ഒന്ന് ഷെയർ ചെയ്തു വെച്ചാൽ അത് വലിയൊരു ഉപകാരമായിരിക്കും. ജെൻസിന് ഏറ്റവും നല്ല ഹെയർ കെയറിംഗ് മെത്തേഡാണ്. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആളുകൾക്കൊക്കെ ഗുണം കിട്ടിയിട്ടുള്ള ഒരു ഹെയർ കെയറിംഗ് മെത്തേഡാണ് ഉലുവ കുതിർത്തിട്ടുള്ള വെള്ളം. അതെ, സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ നേരം തലയിൽ വെക്കുന്ന ആളുകളുണ്ട്. 1 മണിക്കൂർ, അരമണിക്കൂർ, അല്ലെങ്കിൽ 3/4 മണിക്കൂർ, അത്രയും നേരം തലയിൽ പിടിച്ചതിന്റെ ഗുണങ്ങളാണ് അത്രയും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും അങ്ങനത്തെ മണ്ടത്തരം ചെയ്യരുത്. ഇത് തലയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം പോലെ ഒരു കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക. ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. വെള്ളം പോലെ ഒരു കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 15 മിനിറ്റോളം മാത്രം നിങ്ങളത് തലയിൽ വെച്ചാൽ മതി. ഷാമ്പുവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ ഇട്ടിട്ട് ഒന്നും കഴുകേണ്ട ആവശ്യമില്ല. നോർമൽ പച്ചവെള്ളത്തിൽ മാത്രം നിങ്ങൾ കഴുകി കൊടുത്താൽ മതി. അല്ല, നിങ്ങൾക്ക് ഉലുവയുടെ മണം പറ്റാത്ത ആളുകളാണെങ്കിൽ നാച്ചുറൽ ചെമ്പരത്തി താളി വെച്ചിട്ട് നിങ്ങൾക്ക് അത് കഴുകിക്കളയാവുന്നതാണ്. ഉലുവ ഒരു ദിവസം മാത്രം വെള്ളത്തിലിട്ടിട്ടുള്ള ഉലുവയുടെ വെള്ളമാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അതെ, നമ്മൾ തലേ ദിവസം രാത്രി ഇട്ട് വെക്കുക. രാവിലെ ആ വെള്ളം എടുത്തിട്ട് നമുക്ക് തലയെ ജസ്റ്റ്, ജെൻസ് ആണെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ തൊട്ട് മുന്നേ തലയിൽ ഒഴിച്ച് ജസ്റ്റ് തലയിൽ ഒന്ന് റബ്ബ് ചെയ്തതിനു ശേഷം നമ്മൾ കഴുകിയാൽ മതി. അത് തന്നെ നമ്മളൊരു 21 ദിവസം അല്ലെങ്കിൽ നമുക്ക് ലൈഫ് ടൈം ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് റെമഡിയാണ്. അതെ, ഇത് ആഴ്ചയിൽ നിങ്ങൾക്ക് 7 days വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പൊ ഷാമ്പു ഇടുന്ന ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഒരു കുഴപ്പമില്ല. കുട്ടികൾക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കൊടുക്കാം, യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നീരിറക്കം വരുന്നുണ്ടോ അല്ലെങ്കിൽ തലവേദന വരുന്നുണ്ടോ ഇതൊക്കെ ഒന്ന് നോട്ടീസ് ചെയ്യണം. അവർക്ക് ഞാൻ വേറൊരു മെത്തേഡ് കാണിച്ചു തരാം, അല്ലെങ്കിൽ പരിചയപ്പെടുത്തി തരാം. ഈ ഒരു മെത്തേഡ് ജെൻസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുക. 15 മിനിറ്റ് ഒന്നും വെക്കരുത്. നോർമലി ഹെയർ കെയർ ചെയ്ത് പരിചയമുള്ള ആളുകൾ മാത്രമേ 15 മിനിറ്റ് ഒക്കെ വെക്കാവുള്ളൂ. അല്ലാത്ത ആളുകൾ ജസ്റ്റ് ഒഴിച്ചു കഴുകുക. എന്നാൽ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്ന ജെൻസ് ആണെങ്കിൽ 2 മിനിറ്റിൽ കൂടുതൽ തലയിൽ ഇത് വെക്കരുത്. ഇത് നമ്മൾ പുറത്ത് പോയിട്ടുള്ള, നമ്മൾ അബ്രോഡ് പോയിട്ടുള്ള, ദുബായിലൊക്കെ പോയിട്ട് മുടി പോയിട്ടുള്ള ആളുകൾ, വെള്ളം മാറി കുളിച്ചിട്ട് മുടി പോയിട്ടുള്ള ആളുകൾ, നല്ല രീതിയിൽ മുടി നമുക്ക് വളർത്തിയെടുക്കാനും നമ്മുടെ കൊഴിഞ്ഞു പോയ മുടിയൊക്കെ വളർത്തിയെടുക്കാനും ഉലുവയുടെ വെള്ളം വളരെയധികം സഹായിക്കും. നമ്മുടെ ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ട് ജെൻസിനൊക്കെ ഒരുപാട് റിസൾട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ജെൻസ് നമ്മുടെ ഹെയർ ഓയിലും കൂടി ഇതിന്റെ കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ വളരെ നല്ലതാണ്. ഒരു നിർബന്ധമില്ല ഹെയർ ഓയിൽ ഉപയോഗിക്കണം എന്നുള്ളത്, നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ പറയല്ല. നിങ്ങൾ ഒരു പേടിയുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയാണ്, ഒരു 100 ml മേടിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. യൂസ് ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മേടിച്ചാൽ മതി. അപ്പൊ അത് അടക്കട്ടെ. അപ്പൊ ഈ ഉലുവയുടെ വെള്ളത്തെ കുറിച്ചിട്ട് ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇത് തേച്ച് പിടിപ്പിക്കുമ്പോൾ കൈ കൊണ്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വെള്ളം ഇങ്ങനെ വേസ്റ്റ് ആയി പോകുന്നൊരു സങ്കടം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് കൊടുക്കാം. അതിങ്ങനെ അടിച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പതിയെ മതി, ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉലുവയുടെ വെള്ളം എടുത്തിട്ട് നമുക്ക് പഞ്ഞിയിൽ മുക്കിയിട്ട് ഓരോ വളവ് എടുത്തിട്ട് നമുക്ക് ആ പഞ്ഞി ഇങ്ങനെ ആക്കി കൊടുക്കാം തലയിൽ.
അതേപോലെ തന്നെ ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് നമ്മൾ തലയിൽ യൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ, ഇപ്പോൾ നമ്മുടെ ഹെയർ ഓയിൽ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന, നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ആണെങ്കിൽ വളരെ കുറച്ചെടുത്തിട്ട് തലയിലൊക്കെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. മുടിയിലേക്കും ജസ്റ്റ് ഒന്ന് പരട്ടി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രമേ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഉലുവയുടെ വെള്ളം യൂസ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഈ മസാജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരലിട്ടിട്ട് തലയിലിട്ട് റബ്ബ് ചെയ്യല്ല. ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് ഒന്ന് മുടിയിൽ എല്ലാ സ്ഥലത്തേക്കും നമ്മുടെ വിരലൊന്ന് ഓടിക്കുക എന്നുള്ളത് മാത്രമേ ഈ മസാജ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു കാരണവശാലും നിങ്ങൾ ഉലുവയുടെ വെള്ളം മാത്രമല്ല, എന്ത് തന്നെ നിങ്ങൾ തലയിൽ ഉപയോഗിക്കുകയാണെങ്കിലും രാത്രി ഉപയോഗിച്ചിട്ട് രാവിലെ കഴുകി കളയുന്ന ഒരു ശീലം ഒരിക്കലും നന്നല്ല. അത് നിങ്ങളുടെ തലയോട്ടുള്ള സ്കിന്നിനെ കുതിർത്താനും ഡാൻഡ്രഫ് കൂടാനും കൂടാതെ മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ കൂടാനും അത് കാരണമായിട്ട് മാറും. നമ്മൾ ഹെയർ സെറം എന്നുള്ള പല സാധനങ്ങളും നമ്മൾ കാണാറുണ്ട്. അതൊന്നും തന്നെ മുടി കൊഴിച്ചിലുള്ള ആളുകൾ രാത്രി തലയിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കരുത്. അത് നിങ്ങളുടെ മുടി കൊഴിച്ചിൽ കൂട്ടും. നിങ്ങൾ പെട്ടെന്ന് തന്നെ പെട്ടാവാനുള്ള ഒരു കാരണമായിട്ട് അത് മാറും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടാന്ന് വിചാരിക്കണം. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള അത് കാണാം. അതെങ്ങനെ ഉണ്ടാക്കാം നമുക്കൊന്ന് പോയി നോക്കാം. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാനും ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാനും, ഇനി ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളുകളായിക്കോട്ടെ, ജോലി തിരക്കുള്ള ആളുകളായിക്കോട്ടെ, സമയമില്ലാത്ത ആളുകൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ കെയർ മെത്തേഡാണ്. നിങ്ങളിത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഒരുപാട് ആളുകൾ മുടി കൊഴിച്ചിലായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് പോയി കാണാം. ആദ്യം നമ്മൾ വൃത്തിയുള്ള ഒരു ഗ്ലാസ്, അത് ചില്ലിൻ്റെ ഗ്ലാസ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. സ്റ്റീൽ ഗ്ലാസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം വലിപ്പം ഉണ്ടായിക്കോട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഉലുവ 1 സ്പൂണാണ്. 1 സ്പൂൺ ഉലുവ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലോട്ട് 1.5 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അത് ഏകദേശം വലിപ്പമുള്ള ഒരു ഗ്ലാസ് ആണ് കേട്ടോ. അതിൽ നിന്നും ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ആ ഒരു കുപ്പി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കത് എടുത്ത് വെക്കാം. പിറ്റത്തെ ദിവസം രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ ഉലുവയുടെ വെള്ളം സെറ്റായിട്ടുണ്ടാവും. അതായത് ആ ഉലുവയുടെ സത്തൊക്കെ ആ വെള്ളത്തിലോട്ട് പിടിച്ച് ആ ഉലുവയ്ക്ക് ചെറുതായിട്ടൊരു ക്ലീനിങ് മെത്തേഡ് എന്ന രീതിയിൽ ചെറുതായിട്ടൊരു പതയൊക്കെ വന്നിട്ടുണ്ടാവും. ഇത് നമ്മുടെ തലയിൽ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയോട് ക്ലീനായി കിട്ടാനും നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന താരൻ പോവാനും മുടി കൊഴിച്ചിൽ മാറ്റാനും നമ്മുടെ മുടി ഹെൽത്തി ആയിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹോം റെമഡിയാണ്. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്നവരായിക്കോട്ടെ, അവർക്കൊക്കെ ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എന്നും തല നനയ്ക്കുന്നില്ല എന്ന് പരാതി പറയുന്നവർക്ക് ആൾട്ടർനേറ്റീവായിട്ടും നിങ്ങൾക്ക് തല നനയ്ക്കുന്ന ദിവസം ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കത് എന്ത് ചെയ്യാം, ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്നതിന് മുന്നേ അതൊന്ന് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നല്ലൊരു വൃത്തിയുള്ള ഒരു പാത്രം എടുക്കുക, നല്ലൊരു വൃത്തിയുള്ള ഒരു അരിപ്പ് എടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള, അതായത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഉലുവയുടെ വെള്ളം മാത്രമായിട്ട് എടുക്കാൻ വേണ്ടി ആ ഉലുവ ആ അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ വെള്ളം മാത്രം നമുക്ക് അങ്ങോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഉലുവയുടെ വെള്ളം റെഡി ആയി കഴിഞ്ഞു. ഇനി പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ഈ ഉലുവ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത്. അതൊന്നും വേണ്ട, അതവിടെ കളയുക. അത് പിറ്റത്തെ ദിവസത്തേക്ക് നമുക്ക് എടുത്ത് വെച്ച് ഉപയോഗിക്കാനൊക്കെ പറ്റും. പക്ഷെ പലർക്കും അത് ഇഷ്ടമാവണമെന്നില്ല, അതിൻ്റെ സ്മെല്ല് ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കളയാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുടിയൊക്കെ നല്ല വൃത്തിയിൽ കെട്ടിറത്തതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്ന രൂപശ്രീ ഹെയർ ഓയിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് പുരട്ടി കൊടുക്കും. മുടി നന്നായി വേറെടുത്തതിന് ശേഷമാണ് ഞാൻ എണ്ണയ്ക്ക് തൊട്ട് പുരട്ടി കൊടുക്കാറുള്ളത്. അല്ല, ഇനിയിപ്പോൾ ഷാമ്പു ഇട്ടതിൻ്റെ പിറ്റത്തെ ദിവസമാണ് ഞാൻ മുടി വേറെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ കുറച്ച് എണ്ണ ഞാൻ തൊട്ട് പുരട്ടി കൊടുക്കും. അതായത് മുടി നമുക്കൊന്ന് പിടിച്ചോടത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഉലുവയുടെ വെള്ളം നന്നായിട്ട് ഇതേപോലെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇതേപോലെ പതിയെ പതിയെ തേച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ തേക്കുകയാണ് എനിക്ക് കുറച്ചും കൂടി സുഖം. ഞാൻ പഞ്ഞിയോ സ്പ്രേ ബോട്ടിലൊന്നും എടുക്കാറില്ല. പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ് തേക്കാറ്. എൻ്റെ അമ്മ ഇങ്ങനെ തന്നെയാണ് തേക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് എന്ത് ചെയ്യാം, നോർമൽ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം കേട്ടോ.